അത് ഒരു ടേക്ക് എടുത്ത് സെറ്റായില്ല. അടുത്തത് ഇതുപോലെ ജീപ്പ് അളവെല്ലാം എടുത്തിട്ട് കറക്റ്റ് കൊണ്ടേ ഇട്ടു. ഊട് വെച്ച് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പം മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാല് കെട്ടിയിട്ട് ആൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കിനും കുറച്ച് വലിക്കുന്നുണ്ട് കാലെ പിടിച്ച്. വലിക്കുമ്പോഴത്തേനും വണ്ടി കുറേ കൂടി നമുക്ക് അളവറിയാമല്ലോ, അവിടുന്ന് വീണ്ടും പുറകോട്ട് പോകുന്നു. അപ്പോൾ ഈ ജീപ്പ് കിടക്കുന്നത് ലോ ഗിയറിലാണ് കിടക്കുന്നത്. ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ചാൽ നിൽക്കില്ല ആ ഗിയറിൽ കടന്നു കഴിഞ്ഞാൽ. റിവേഴ്സ് പോന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫാകാതെ അത് ഇപ്പം എവിടെ വേണ്ടി ഇടിച്ച് കയറി അത്ര പവർഫുൾ ഗിയറാണ്. ഈ സാധനം ഊട് വെച്ച് കുറച്ച് പുറകോട്ട് മാറിപ്പോയായിരുന്നു. ഞാൻ അത് കയറി ഇറങ്ങി പോയെന്ന് ഓർത്തെ. കുറെ കൂടി കാല് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി. വേറെ ആർക്കും അത് മനസ്സിലായില്ല, എനിക്ക് മാത്രം മനസ്സിലായത് അത് കുറെ കൂടി വലിഞ്ഞെന്ന്. പക്ഷെ ആൾക്ക് വേറെ ഹാംഫുള്ളൊന്നും ആയില്ല. പക്ഷെ കുറച്ചാണേലും ബാക്കിലോട്ട് നമ്മൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ വന്നപ്പോഴത്തേക്കിനും എൻ്റെ വണ്ടിയാണ്, ഞാനാണ് അത് അളവെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇട്ടത്. അത് ഭയങ്കര എൻ്റെ ഇപ്പോഴും മനസ്സിൽ ഭയങ്കരമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് സല്ലേട്ടോട് പറയുന്നത്, സല്ലേട്ട ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ കിളി പോയായിരുന്നു. പക്ഷെ അവർക്കൊന്നും അത് കണ്ടപ്പോൾ അതിനകത്ത് സീനായിട്ട് അങ്ങ് പോയി. അത് അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ മാത്രം കണ്ടുള്ളൂ. സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ അഴിച്ചുവിടാൻ ശരിക്കും കാലിൽ കെട്ടുന്നുണ്ട്.